ഇപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടണം. കടുക് പൊട്ടിയപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ലഞ്ചിന് രാത്രിയിലത്തെ ഭക്ഷണത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ ഒരു സാധനമാണ്. ഹെൽത്തിയാണ്. കടുക് വറുത്ത് ഇതിലേക്ക് ഇടാൻ എടുത്തിരിക്കുന്നതിന് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി. പിന്നീട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു പകുതി സവാള, ഒരു 3 ഇടത്തരം വലിപ്പത്തിലുള്ള ബീൻസ്, ഒരു കഷ്ണം ക്യാപ്സിക്കം. അപ്പോൾ ഇതിൽ ക്യാപ്സിക്കം ഇട്ടില്ലേലും ഒന്നുമില്ല, അവരൊരു ഇതനുസരിച്ച് കയ്യിലുള്ള സാധനം വെച്ച് ഇടാവുന്നതാണ്. ഈസിയായിരുന്നു ഇടാനുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഇടാം. എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് തന്നെ ക്യാരറ്റ് ഇട്ട്, അതിലേക്ക് ബീൻസ് ഇട്ട്, നമ്മൾ ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇടുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കമാണ്. ഇതിലിപ്പം കയ്യിലുള്ള സാധനങ്ങൾ വെച്ച്, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഏത് സാധനം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴും നമ്മളെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ അതിന് ചേരുന്നത് ഉപയോഗിക്കാം. ഒരു മുറി തക്കാളി എടുത്തിട്ടുണ്ട്. എല്ലാ ലേശം എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ എല്ലാം ഇച്ചിരിച്ച് നമ്മൾ മലക്കറി അടുക്കളയിൽ ആവശ്യത്തിന് മേടിക്കുമ്പം അതിൽ നിന്ന് എടുത്ത് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാം. കുറേശ്ശെ എടുത്ത് മാറ്റി വെച്ചിരുന്ന് നമുക്ക് ഓരോ സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം ഈ എണ്ണയിൽ തന്നെ. നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ചെടുക്കാം. ഒന്ന് ഇച്ചിരി ആവിയിലൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് വീണ്ടും ഇളക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സാധനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് നുറുക്കിയ സൂചി ഗോതമ്പ്. അതിപ്പോൾ ഇത്തിരി വെള്ളം കിടപ്പുണ്ട്, അതിന് കുഴപ്പമില്ലാതെ നമുക്കിവിടെ ചിക്കി തോർത്തി അടച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഏകദേശം നല്ലതുപോലെ കുതിർന്ന് കിടപ്പുണ്ട് കഴിക്കത്തക്ക രീതിയിൽ. എന്നാൽ ഇതിൽ എത്രത്തോളം വേവുന്ന അത്രത്തോളം ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ ഇതിലും കൂടെ കിടന്ന് വേവാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെയായിട്ട്. അതേമേ ആ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അവർ സബ്സ്ക്രൈബൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വ്യൂസൊന്നും തരുന്നില്ല. യൂട്യൂബുകാരെ അല്ലാതെ ആളുകളുടെ കുഴപ്പമൊന്നുമല്ല, അവർ തരാത്തതാണ്. കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഏതൊക്കെ ഇട്ടെന്ന് പോലും ഓർമ്മ വരുന്നില്ല. ഇതെല്ലാം നമ്മൾക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ ഉപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നാരങ്ങ അച്ചാർ കൂട്ടിയൊക്കെയാണ് കൊണ്ട് കാലത്ത് കഴിച്ചിരുന്നത്. സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല പരുവത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ താങ്ക് യു.